നിങ്ങൾക്കായി ഞാൻ എൻ്റെ പുതിയൊരു എപ്പിസോഡാണത്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. പ്രിയപ്പെട്ട നവ്യ നായർ എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഒരുപാട് വേണ്ടപ്പെട്ട ഒരാള് നവ്യെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അമ്മായിരിക്കും ബോംബെന്നാണ്. പക്ഷെ കാണുമ്പോ ഞെട്ടും. അയ്യോ ആശാനോ? ആശാനെന്താ ഇവിടെ? എന്റെ ഏറ്റവും അനുഗ്രഹമുള്ള എന്റെ ഒരു കുട്ടിയാണിത്. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് അവൾ ഇന്ന് അത്യുന്നത നിലയിൽ എത്തിയിരിക്കുന്നത്. പിന്നെ വേറൊരു സന്തോഷ രസകരമായ കാര്യം കൂടെ പറയാം. ചിരിക്കരുതേ. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വെള്ളിയാഴ്ച വൈകിട്ട് അവള് ക്ലാസ്സിന് വീട്ടിൽ വരും. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ പോവുള്ളൂ. എന്താ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ? ഒന്നുമില്ല. അന്ന് എല്ലാരും ബനിയന്റെ നിറത്തിലുള്ള അണ്ടർവെയർ ആയിരുന്നത്. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് ഇഷ്ടാണ് അങ്ങനത്തെ. എവളെ പെറ്റിക്കോട്ടും അണ്ടർസ്കർട്ടും ഒക്കെ നനച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ടർവെയറും എടുത്തു. എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ടർവെയറും എടുത്തു. മക്കളൊക്കെ എനിക്ക് ഇഷ്ടമല്ല എന്റെ ഷഡ്യ കാണാതെ പോയത്. വരിയാക്കി തന്നോ ഇല്ലെങ്കിൽ മൂർഖം പാമ്പിന്റെ ഷഡ്യങ്ങൾ അടിച്ചു മാറ്റിയത്. അതൊരു പുതിയ അറിവാണ് സാറേ. ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത്? അവനവന്റെ മുണ്ടും ഷർട്ടും ജഡ്ഡിയും അവനവൻ തന്നെ അലക്കണം. ഇത് തള്ളലല്ല. അത് അന്നത്തെ ചോരത്തിളപ്പിന്. അടുത്ത ആഴ്ച വരുമ്പോ കൊണ്ട് തരുകയും ചെയ്യും. ഞാൻ അടുത്ത ആഴ്ച വരാം. കുറച്ചു നേരം മുമ്പ് ഞാൻ ഒരെണ്ണം പറഞ്ഞപ്പോ എന്താ നവ്യ നാണിച്ച കാണാൻ നമ്മളെയൊക്കെ എന്നൊക്കെ പറഞ്ഞ ആള് ഇതിന്റെ ആളായിരുന്നല്ലേ. ഭയങ്കരമായ ആള്. എന്റെ ഈ കുട്ടി അന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഒരുപാട് അണ്ടർവെയർ കാണിച്ചോണ്ട് തേച്ചു വെച്ചതാണല്ലോ. ഇതാരുടെ കൊണ്ടാണ് എന്റെ ഷഡ്ഡി ഇവിടെ പോയി? ലില്ലി പൂക്കളുള്ള വെള്ള ഫോറൻ ഷഡ്ഡിയാ. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ഉന്നത തറവാട്ടിൽപ്പെട്ട ഒരു കുട്ടിയാണ്. പക്ഷെ അണ്ടർവെയർ അടിച്ചോണ്ടിടത്ത് പോയില്ല മാഷേ. എനിക്ക് വിത്തോട്ടാ ഇഷ്ടം. പക്ഷേ ഈ ചൂട് കാലത്ത് വിത്തോട്ടാണ് സാർ നല്ലല്ലേ? അല്ല സാറേ. എടുത്തു. തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ സൂക്ഷിച്ചോളണം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി വേദന എപ്പോഴുണ്ടാ? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം. പറയണ പൊന്നെ. അറിവില്ല പ്രായത്തിൽ ഒരു പറ്റിപ്പോയി. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇത്രയുള്ള കൊച്ചിന് പോലും അത് കണ്ടറിയാൻ പറ്റും. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. ഗുരുവിന്റെ അണ്ടർവെയർ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയത്. അണ്ടർവെയർ. ഈ പെട്ടി മുഴുവൻ അണ്ടർവെയർ. ഗുരുവിന്റെ അണ്ടർവെയർ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയത്. ഒന്ന് നിർത്തങ്ങളെ. നിർത്തി. ഇനി 12 ജഡ്ഡി കൂടി ഉള്ളൂ. അത് തിരിച്ചു വന്നോ? എന്തൊക്കെ അറിയണം? ദിവസം കാണുന്നോണ്ട് നിനക്കൊരു വിലയില്ലെന്ന് അറിയാം. പോയിട്ട് വേണം സോപ്പിടാൻ. ചെല്ലി എല്ലാ ആഴ്ചയിലും കൊണ്ടുതരും. സ്ഥിരാണല്ലേ. ഹലോ, അതാരാ? ആ ഒരു കുറ്റബോധത്തിലാണ് ആ കുട്ടി ഇപ്പൊ വസ്ത്രങ്ങൾ കൊടുത്തോണ്ട്. അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഇതൊരു ഫോബിയാണ്, അണ്ടർവെയറോ ഫോബിയ എന്ന് പറയുന്ന രോഗത്തിന് ആ കുട്ടി അടിമയാണ്. ഇക്കണക്കിന് നിന്റെ കുമ്പി കുനിഞ്ഞാ നീ ഇത് കൊല്ലെന്റെ കൊല്ല. മാഷേ ദയവായിട്ട് എത്തിച്ചാട്ടോ. എല്ലാം വിധിയുടെ വിളയാട്ടം. തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ സൂക്ഷിച്ചോളണം. ഒരിക്കലും ഇടാത്ത അണ്ടർവെയർ ഇന്നിട്ടത് ഭാഗ്യമായി. ഒന്ന് പോടാവുന്നു. ഇട്ടതാ കുഴപ്പമായത്. ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? എന്താ സംഭവിച്ചത്? ഇനി എന്താ സംഭവിക്കാനുള്ളത്? എന്റെ മാനം കളഞ്ഞില്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. So please subscribe, whatever.